പശ്ചിമബംഗാളിൽ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ഛിന്ന ഭിന്നമായി പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമബംഗാളിൽ നിന്ന് കാണുന്നത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. ഭരണം നഷ്ടപ്പെട്ടതിന് പുറമെ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത വിമത ശബ്ദം തൃണമൂൽ കോൺഗ്രസിന്റെ പിളർപ്പിൽ കലാശിക്കുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് തൃണമൂൽ കോൺഗ്രസ് പുറത്താക്കിയ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചത് മമതാ ബാനർജിക്ക് കനത്ത പ്രഹരമായിരിക്കുകയാണ്. ഇപ്പോൾ 60 തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെ പിന്തുണക്കത്ത് ലഭിച്ചതോടെ ബംഗാൾ നിയമസഭാ സ്പീക്കർ രജീന്ദ്ര ബോസ് ആണ് ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചത്. ബംഗാളിലെ ഉലുബേരിയ പുർബ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ഋതബ്രത ബാനർജി BJP സ്ഥാനാർത്ഥിയെ 11,838 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് ഋതബ്രത ബാനർജി പുറത്താക്കപ്പെടുന്നത് ഇത് ആദ്യമല്ല. SFIയിലൂടെ വളർന്ന ഋതബ്രത ബാനർജി 2017 വരെ CPM-ന്റെ രാജ്യസഭ MP ആയിരുന്നു. SFI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഋതബ്രത ബാനർജി അന്തരിച്ച CPM മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അടുപ്പക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു. 34-ാം വയസ്സിലാണ് ഋതബ്രത രാജ്യസഭയിലേക്ക് പോകുന്നത്. എന്നാൽ 2017-ൽ ഋതബ്രത ബാനർജിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് CPM പുറത്താക്കി. പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാവുകയായിരുന്നു. 2024-ൽ തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 15 മാസം രാജ്യസഭാ MP ആയി. തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് സോഹൻ ദേബ് ചതോപാധ്യായയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തുള്ള കത്ത് സ്പീക്കർക്ക് നൽകിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കത്തിൽ MLA-മാർ രേഖപ്പെടുത്തി എന്ന് പറയുന്ന ഒപ്പുകൾ വ്യാജമാണ് എന്ന ആരോപണം ഉയർന്നതോടെ സ്പീക്കർ ശുപാർശ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതിനിടെ വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് MLA-മാരായ ഋതബ്രത ബാനർജി, സന്ദീപൻ സഹ എന്നിവർ സ്പീക്കർക്ക് രേഖാമൂലം പരാതി നൽകി. ഇതോടെ ഇരുവരെയും തൃണമൂൽ കോൺഗ്രസ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പുറത്താക്കി. തുടർന്നാണ് മറ്റ് MLA-മാർ ഇരുവരുടെയും കീഴിലേക്ക് എത്തിയത്. വ്യാജ ഒപ്പ് കേസ് നിലവിൽ സംസ്ഥാന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചു വരികയാണ്. അതിനിടയിലാണ് നാടകീയ നീക്കങ്ങൾ പശ്ചിമബംഗാളിൽ നടക്കുന്നത്. അങ്ങനെ പശ്ചിമബംഗാളിന്റെ പ്രതിപക്ഷ നേതാവായി ഋതബ്രത ബാനർജി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതോടുകൂടി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രസക്തി, മമതയുടെ രാഷ്ട്രീയ ഭാവി, അഭിഷേക് ബാനർജിയുടെ രാഷ്ട്രീയ ഭാവി എന്നിവ ചോദ്യം ചെയ്യപ്പെടുകയാണ്.